അപ്പോൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ ഇനി ചെറിയ കളികളല്ല, വലിയ കളികൾ മാത്രം. ആരാപ്പം മാസ്റ്റർ. അപ്പോൾ മാസ്റ്ററുടെ കൂടെ കുറച്ച് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് ബീച്ചിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് മാസ്റ്ററുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ മാസ്റ്ററുടെ കൂടെ പോന്നാ വിത്ത് മഡ് റൈസർ Sorun all the way from Tamil Nadu to Kerala for only learning gymnastics, right? Yeah. Mud racer. Master introduce it. Master, glass ഒക്കെ ഒന്ന് മെയിൻ ആയിക്കോളി. മാസ്റ്റർ വന്നിട്ട് കളഞ്ഞു പോയ മാസ്റ്റർ നമുക്ക് തിരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ തേടി നടന്ന മാസ്റ്റർ ഉണ്ട് ഇവിടെ. അന്ന് ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച ആളായിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ കാരണം വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മാസ്റ്ററെ പരിചയപ്പെടാം. നമ്മൾ റീൽസിലും ഇതിലൊക്കെ ആയിട്ട് റിക്സ് എന്ന് പറഞ്ഞൊരു പേരിൽ ഒരാളെ ജിംനാസ്റ്റിക് ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ടാണ് ഈ ക്ലാസ്സിന് വരുന്നത്. ഈ അടുത്ത കാലത്താണ് മാസ്റ്റർ ക്ലാസ് എനിക്ക് കിട്ടുന്നത്. മാസ്റ്റർ ഹലോ, ആരാണ് മാസ്റ്റർ? എൻ്റെ പേര് റിക്സ്. ഞാൻ അക്രോബാറ്റിക് ട്രെയിനറാണ്. അറൗണ്ട് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ട്രെയിനിങ് ഫീൽഡിൽ. അതിൽ പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് 2018. മാസ്റ്റർ എവിടൊക്കെ ക്ലാസ്സിൽ എടുക്കണത്? മുംബൈ, ചെന്നൈ, കോയമ്പത്തൂർ, ഹൈദരാബാദ്, കേരള, മോസ്റ്റ് ഓഫ് ദ പ്ലേസസ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. എങ്ങനെ മാസ്റ്റർ ക്ലാസ്സിൽ എങ്ങനെ എത്തിച്ചേരാൻ പറ്റും? എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ? ഏതൊരാൾക്കും ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സ് തന്നെയാണ് എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 130,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ്. സോ അവരൊക്കെ എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അവരവരുടെ ജില്ലാ ഡിസ്ട്രിക്ട് ഗ്രൂപ്പുകൾ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗ്രൂപ്പ്സ് വേറെ. സോ അതിൽ ഇത്ര പേര് നമുക്ക് ആയിക്കഴിഞ്ഞാൽ 20 പേര് ഒരു സെഷന് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായാൽ അവിടെ വന്ന് സെഷൻ എടുക്കാറ് വെച്ചാവും. ഞാൻ വീഡിയോസ് ഒക്കെ അങ്ങനെ കിട്ടുന്ന അവരെന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു ആ വീഡിയോ കിട്ടി അപ്ലോഡ് ചെയ്യും. ആ രീതിയിലാണ് റീൽസ് ഒക്കെ ചെയ്യണം. അപ്പോൾ ത്രൂ ദ സ്റ്റുഡൻസ് യു ഗ്രോ അല്ലേ? അങ്ങനെ. അപ്പോൾ മാസ്റ്ററെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ 20 ആളെ സംഘടിപ്പിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിലും മാസ്റ്റർ അവിടെ വന്നിട്ട് ട്രെയിനിങ് കൊടുക്കും. സോ ദാറ്റ് യു വിൽ ഇംപ്രൂവ് ത്രൂ അവർ മാസ്റ്റർ. പേഴ്സണലി ഞാൻ പറയുകയാണ്, മാസ്റ്ററെ പരിചയപ്പെട്ടതിന് ശേഷം മാസ്റ്ററെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാസ്റ്റർ എറണാകുളത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ അവിടെ ഞാൻ ലീവ് വെച്ച് മാസ്റ്റർ കൂടെ കൊണ്ട് പോകുന്നു. സോ ടുഗദർ വി വിൽ ലേൺ ഇറ്റ് ആൻഡ് റോക്ക് ഇറ്റ്. യെസ്, പൊള്ളിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കി കാണാം. ഓക്കെ. സമയം 5:26. ഇപ്പോൾ എറണാകുളം പുതുവൈപ്പ് ബീച്ചിൻ്റെ അടുത്ത് റൂമിൽ സെറ്റായി 5:00 പോകണമെന്നാണ് മാസ്റ്ററിന്. മാസ്റ്റർ ഫുൾ പ്ലാനിങ്ങിലാണ്. മാസ്റ്റർ ആർ യു റെഡി? യെസ്, റെഡി. പെർഫെക്റ്റ്. എന്നാ പോവല്ലേ? ഓക്കെ. മാസ്റ്ററെ ന്യൂ സ്റ്റുഡൻറ്റ്. ഹായ്, വെങ്കടേഷ് from Telangana. Okay. Guys, today Crispy Krishna is with us. Today is the first day we are going to Ernakulam. Let us see the first class how it is. And here we have Cowboy Venkatesh. I can't spell his name properly. Let us see. We can do the first class very well. Yes, we are going for the first class in Ernakulam. പുതുവൈപ്പ് ബീച്ചിൽ ഒരുപാട് പേര് കുറേ സ്റ്റുഡൻസ് കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പോവാണ് വിത്ത് മാസ്റ്റർ. പുതിയ കളികൾ കളിക്കാനും കളികൾ പഠിപ്പിക്കാനും. വരുന്ന വഴിക്ക് ചെറുതായിട്ട് വഴിയൊന്ന് പാളി ഒരു കാറും കൊണ്ട് ചെറിയ റോട്ടിൽ കയറി അവിടെ കുടിക്കുന്നു. അവിടെ നിന്ന് കഴിച്ചിലായി. അപ്പോൾ ബീച്ചിലെത്തി. ഇതൊക്കെ ജിംനാസ്റ്റിക്സ് പഠിക്കാൻ വന്ന മാസ്റ്റർ ഫാൻസ് ആൻഡ് സ്റ്റുഡൻസാണ്. ബീച്ചാണ് കാണുന്നത്, പുതുവൈപ്പ് ബീച്ച്. സരുൺ ആൻഡ് വെങ്കിടേഷ് ബണ്ടും കൊണ്ടുള്ള യാത്രയിലാണ്. സരുൺ
How's it? Nice. Very hard. മാസ്റ്റർ എല്ലാവരും നയിക്കുകയാണ്. നല്ല കാറ്റാടിയൊക്കെ ഉള്ള ബീച്ച്. യെസ്, മരത്തൊട്ട് കളിക്കാനൊക്കെ അറിയാലേ പണ്ടത്തെ. ബാക്കിൽ ബീച്ച്, ഫ്രണ്ടിൽ മാസ്റ്റർ. ഹലോ. ഇന്നെങ്ങനെ പൊളിക്കൂലേ? പിന്നല്ല, പുതിയ ക്ലാസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പരിപാടി തുടങ്ങാൻ പോവാണ്. ഓക്കെ, ചിലവർ ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാളത്തേക്ക് 2 ബാച്ചായിട്ട് തിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും റഷ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് ആവുണ്ടല്ലോ. അപ്പോൾ കംഫർട്ടബിൾ ആയി ചെയ്യണം. ഒരു 4 കൂടെ ക്രിയേറ്റ് ചെയ്തേ. ഇവിടേക്ക് 4 എണ്ണം കൂടെ. 4 കമോൺ, ബാക്ക് നിന്ന് വന്നേ. സ്റ്റാർട്ടിങ് ഒരു ജമ്പ് ആൻഡ് ജാക്ക് ചെയ്യാം. അറൌണ്ട് 50 കൗണ്ട്. 50. കമോൺ, ഒന്ന് വാമാവാനാ. കമോൺ. 1 2 3 4 5 and 40. Okay, enough. 10. Come on. 1 2 3 9 10. Opposite. 1 9 10. Shoulder rotation. Slow. 1. Touch it. And 5. Head left, right, up, down. In a half rotation. 1 half ആണ്, full അല്ല. Three. Up. Come on. 1. Hand action വരുന്നത് താഴെ നിന്ന് മുകളിലോട്ട് തന്നെ വരണം. 2. Yes. 3. ചാട്ടം മുന്നോട്ട് വരരുത്. ടക്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പൈൻ സ്ട്രെച്ച് ഇതാണ് കേട്ടോ. ലെഗ് മടങ്ങാൻ പാടില്ല, ശ്രദ്ധിക്കുക. 1. മുന്നോട്ട് വരരുത്. 2. Yes. കാൽ മടങ്ങരുത്. 3 4. ഇനി നമ്മളുടെ എൽബോ ഇല്ലേ, എൽബോ വെച്ച് പുഷ് ചെയ്യൂ. സൈഡ് പിന്നെ മുകളിൽ മറ്റേത്. പിജിയൻ പോസ്. അപ്പ്, ബ്രീത്ത് ഇൻ, ഡൗൺ, ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ് ക്യാമൽ പോസ് ആണ്, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതേ പൊസിഷൻ തന്നെ. ഒന്ന് നേരെ പൊന്തുക. ഹാൻഡ്സ് എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക കേട്ടോ. പറ്റുന്ന പോലെ ചെയ്തോ. ബ്രീത്ത് ഇൻ, കാൽ പോയിന്റഡ് ആക്കിച്ചേ. ഡൗൺ, ബ്രീത്ത് ഔട്ട്. ഇതിൽ ഓവർ സ്ട്രെയിൻ എടുത്ത് ചെയ്യരുത് കേട്ടോ. റിലാക്സ്ഡ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കമോൺ, അപ്പ്, വെരി ഗുഡ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തല താഴോട്ട്. യു നീഡ് ടു ഫേസ് ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ, കംപ്ലീറ്റഡ് ആയിട്ട് ഇന്നത്തെ സെഷൻ. ബെഡ് ഒന്ന് ജസ്റ്റ് അവിടേക്ക് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഡേ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് സ്റ്റുഡൻസിനോട് ചോദിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? അടിപൊളിയായിരുന്നു. അടിപൊളി. എന്തൊക്കെ തോന്നുന്നു ഇപ്പോൾ? ഇത് ഞാൻ ചെയ്യാത്ത കാര്യമാണ്, ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് തോന്നുന്നു. നല്ല എക്സ്പീരിയൻസ്. എവിടെ പോയാ? ഓക്കെ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ഇമ്പ്രൂവ് ആകാൻ പറ്റും 7 days കൊണ്ടൊക്കെ. എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. വന്ന പോലെയല്ല, ഇപ്പൊ ഒരു കോൺഫിഡൻസും ഒരു ഹാപ്പി. അതെ കുറവായിരുന്നു. ചെയ്യാൻ പറ്റുന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെ, ബിഗിനിങ് ലെവലല്ലേ, അപ്പോൾ അടിപൊളിയാണ്. ബ്രോ, എങ്ങനെയുണ്ട് വർക്ക്ഷോപ്പ്? എങ്ങനെയുണ്ട്? Too good. Day 1 is too good. Are you confident? Very much. I'm excited for the remaining 6 days now. Oh, that's nice. Warm down section.
ക്ലാസ് കഴിഞ്ഞു, വാം ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പുതിയ ഫിറ്റ്നസ് സംഭവം തന്നെയാണ്. എന്റർടൈൻ തരത്തിൽ നമുക്ക് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാം. ഓരോ ആക്ടിവിറ്റി ഓരോ ദിവസം നിങ്ങൾക്ക് ഒരു ആകാംക്ഷയും ഓവറോൾ എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ഇതന്നെ കീപ്പ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ മാക്സിമം എല്ലാവരും ഇമ്പ്രൂവ് ആയിക്കൊണ്ടുവരും. ഇന്ന് ചെയ്ത് എല്ലാവരും കാർഡ് വീൽ അടക്കം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ വന്നിട്ട് ഇതേപോലെ ഞാൻ കുറേ സ്ഥലത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. കുറേ എന്ന് പറയുമ്പോൾ മുംബൈയിലൊക്കെ 2 തവണ ബാക്കിയൊക്കെ. പക്ഷെ അവിടെ ചെയ്തതിനെക്കാട്ടും കാർഡ് വീലൊക്കെ നിങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് ക്ലിയർ ആക്കിയത്. ഫ്രം ദ ബേസിക് ഞാൻ പറഞ്ഞ പോലെ എക്സാക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്ത്. സോ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നല്ല ഇമ്പ്രൂവ് ആയിക്കോളൂ കേട്ടോ. നാളെ കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? ഫോക്കസ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു. സൂപ്പർ. അടിപൊളി. യെസ്. ആണോ? 6 ദിവസം തീരാൻ വേണ്ടി കാത്തിരിക്കണോ? 6 ദിവസം എങ്ങനെ ആവും എന്നുള്ള ഒരു ആകാംക്ഷ. അപ്പോ സെറ്റാക്കും. അതെ, സെറ്റാക്കും. ഓവറോൾ ഇതൊരു ബ്രോ അങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡേ നല്ലായിരുന്നു. ബ്രോ ഓൾറെഡി ചെയ്യുന്നുണ്ടോ? ഞാൻ മുന്നേ കുറച്ച് നോക്കിയിരുന്നു. അതിന്റെ കാണാനുണ്ട്, നന്നായിട്ട് ചെയ്യണ്ടായിരുന്നു. ഓക്കെ, അറിയോ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ചെയ്യണത്? അതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബാക്കി കാണാം. എങ്ങനെയുണ്ടായിരുന്നു ഏട്ടാ? നല്ല ക്ലാസ് ആയിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഇത് പ്രായം ഇതൊന്നും ഒരു ഘടകമേ അല്ല. പ്രായ ഘടകമല്ല. എനിക്കൊരു 51 വയസ്സുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, അത് ഇന്ന് സാധിച്ചു പറയാം. ഇനി കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, ഏട്ടനൊക്കെ ബെഡിൽ അടിപൊളി മറയലേന്ന്. സൂപ്പർ. ഇന്നത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? മാസ്റ്റർ പഴയ സ്റ്റുഡന്റ് ആണല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ ബീച്ചിൽ? നല്ല രസമാണ്. എല്ലാവരുടെ ഒപ്പം ഒരുമിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യാനായിട്ടുള്ളൊരു ഇത് കൂടും. അപ്പൊ അടിപൊളിയാണ്. ബാക്കി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഉഷാറാക്കണം അല്ലേ? ഓക്കെ. ബ്രോ how was your experience? Really nice. Very nice. Yeah. You did very well. Yep. Next day you will improve. Okay. Definitely you will improve. Okay. Say high five. Yes. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് പുതിയതായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് പിന്നെ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ അപ്പൊ തന്നെ കിട്ടി. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. മാസ്റ്റർ ക്ലാസ് അടിപൊളിയാണ്. നല്ല രസമായിരുന്നു. ഈ ബാക്കി നാളെ എക്സൈറ്റഡ് ആണ് ഇനി വരുന്ന ക്ലാസ് ഒക്കെ എങ്ങനെയാന്ന് ഓർത്തിട്ട്. എക്സൈറ്റഡ് ആണ്. നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ സെറ്റ് ആക്കും. ഓക്കെ, താങ്ക് യു.